പ്രിയ സുഹൃത്തുക്കളെ, ട്രംപിൻ്റെ പുതിയ നയങ്ങൾ ഓരോന്നോരോന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഇസ്രായേൽ എന്താവശ്യപ്പെടുന്നുവോ അത് മുഴുവനും അംഗീകരിച്ചു കൊടുക്കുക, അതിനുവേണ്ടി നിലകൊള്ളുക എന്നുള്ളതാണ് ഇപ്പോൾ ട്രംപിൻ്റെ പുതിയ നീക്കം. ഇപ്പോൾ ഇന്നലെ ട്രംപിൻ്റെ ഒരു പ്രസ്താവന ശ്രദ്ധയിൽപ്പെട്ടിരിക്കുമല്ലോ. മിഡിൽ ഈസ്റ്റിൽ സമാധാനം സ്ഥാപിക്കുന്നതിന് വേണ്ടി ഈജിപ്തും ജോർഡാനും ഫലസ്തീനികളെ സ്വീകരിക്കണം. അതായത് ഗസയിൽ ഉള്ള ആളുകളെ മുഴുവനും ഈ രണ്ട് നാടുകളിലേക്ക് അഭയാർത്ഥികളായിട്ട് സ്വീകരിക്കണം എന്നാണ് ട്രംപിൻ്റെ പുതിയ നിർദ്ദേശം. പക്ഷേ ജോർഡാനും അതുപോലെ തന്നെ ഈജിപ്തും പ്രസ്താവിച്ചിട്ടുണ്ട് ഈ ഗസക്കാരെ അഭയാർത്ഥികളായിട്ട് സ്വീകരിക്കില്ല എന്ന്. പിന്നെ ഗസയെ നശിപ്പിച്ച സ്ഥലം എന്ന് വിശേഷിപ്പിച്ച ട്രംപ് ജോർഡാനിലെ അബ്ദുള്ള രണ്ടാമൻ രാജാവുമായിട്ട് വിഷയം ചർച്ച ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈജിപ്തിൽ CC ആയിട്ട് ചർച്ച ചെയ്യാൻ പോവുകയാണ് എന്നൊക്കെയാണ് മൂപ്പർ ഇന്നലെ പ്രസ്താവിച്ചത്. പ്രസിഡന്റിൻ്റെ വിമാനമായ എയർഫോഴ്സ് വണ്ണിൽ മാധ്യമപ്രവർത്തകരായിട്ട് ഇങ്ങനെ സംസാരിച്ചു കൊടുത്തിട്ടാണ് ഇത് പറയുന്നത്. അപ്പോൾ ഈജിപ്തിലേക്കും ജോർഡാനിലേക്കും ഈ ഫലസ്തീനികളെ ഓടിക്കുകയാണെങ്കിൽ അപ്പോൾ ഇസ്രായേലിന് സുഖമായിട്ട് ഈ ഗസ കീഴടക്കാൻ കഴിയും, പിന്നെ ജൂതന്മാരെ കൊണ്ടുവന്ന് അവിടെ കുടിയിരുത്താനും കഴിയും. അതാണ് ഇവരുടെ പ്ലാനിങ്. പക്ഷേ ഇത് ഒരിക്കലും ഗസക്കാർ അംഗീകരിക്കുകയില്ല. ഗസക്കാർ പറയുന്നത് അവിടെ കിടന്ന് മരിക്കാനാണ് അവർ തീരുമാനിച്ചിട്ടുള്ളതെന്നാണ്. ഒരിക്കലും അവർ ആ മണ്ണിൽ നിന്ന് ഒരിക്കലും പുറത്തു പോവുകയില്ല. അത് ഞങ്ങളുടെ മണ്ണാണ്, ആ മണ്ണിൽ കിടന്ന് മരിച്ചാലും ഞങ്ങൾ വിട്ടുകൊടുക്കുകയില്ല എന്ന് ഗസയിലെ ഓരോ പിഞ്ചുകുട്ടിയും തുറന്ന് പ്രഖ്യാപിക്കുന്നുണ്ട്. അതുപോലെ മുൻ പ്രസിഡന്റ് ജോ ബൈഡൻ മരവിപ്പിച്ച 2000 പൗണ്ട് ബോംബുകൾ, മാരകമായ ബോംബുകൾ ഇസ്രായേലിലേക്ക് കയറ്റുമതി ചെയ്യാൻ US പ്രതിരോധ വകുപ്പിനോട്, അതായത് പെൻറ്റഗണിനോട് ഉത്തരവിട്ടതായിട്ടും ട്രംപ് പ്രസ്താവിക്കുകയുണ്ടായി. ഇന്ന് രാവിലെ മുതൽ ആരംഭിച്ച ഗസക്കാരുടെ യാത്രയാണ് ഈ കാണുന്നത്. തെക്കൻ ഗസയിൽ നിന്നും വടക്കൻ ഗസയിലേക്കുള്ള യാത്ര. വാഹനങ്ങളൊന്നുമില്ല. ഏതാണ്ട് 10-13 കിലോമീറ്റർ നടക്കുകയാണ്. കൊച്ചുകുട്ടികൾ, സ്ത്രീകൾ, വൃദ്ധന്മാർ ഇവരൊക്കെ തന്നെ സ്വന്തം മണ്ണിലേക്ക് ചേക്കേറാനുള്ള ആ അടങ്ങാത്ത ആവേശം, സന്തോഷത്തോടു കൂടി, ആഹ്ലാദത്തോടു കൂടിയാണ് അവർ അങ്ങോട്ട് നീങ്ങുന്നത്. അവിടെ ചെന്നാലുള്ള അവസ്ഥ അറിയാമല്ലോ. ഒരൊറ്റ ബിൽഡിങ്ങും ഒക്കെ തകർത്ത് തരിപ്പണമായിട്ടിരിക്കുന്നു. റോഡില്ല, ടെൻറ്റ് പോലും അവിടെ ഉണ്ടാവില്ല. പക്ഷെ സ്വന്തം മണ്ണിനോടുള്ള സ്നേഹം നോക്കണം. അവിടെ കിടന്ന് മരിക്കാനാണ് അവരാഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഓരോരുത്തരും പോകുന്നത്. ആ മണ്ണിനെ ഒരിക്കലും വിട്ടുകൊടുക്കുകയില്ല, ആ മണ്ണിൽ തന്നെ കിടന്ന് മരിക്കും എന്ന് പോകുന്ന ആളുകൾ പറയുന്നുണ്ട് ടെലിവിഷൻ ഇൻ്റർവ്യൂ നടത്തുന്ന ആളുകളോട്.